എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ലക്ഷ്യം വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. 1. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന്റെ വിവിധ ഘട്ടങ്ങൾ സന്ദർശിക്കുവാൻ. 2. എല്ലാ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന്റെയും പ്രവർത്തനങ്ങൾ വ്യാഖ്യാനിക്കുവാൻ. 3. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന്റെ സ്കീമാറ്റിക് ഡയഗ്രാം തയ്യാറാക്കുവാനും വരയ്ക്കുവാനും. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അണക്കെട്ടുകൾ നിർമ്മിക്കാനും വലിയ ജലസംഭരണികൾ ലഭിക്കാനും കഴിയുന്ന മലയോര പ്രദേശങ്ങളിലാണ് പൊതുവെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് സ്ഥിതി ചെയ്യുന്നത്. അണക്കെട്ടിൽ നിന്ന് വെള്ളം ഒരു വാട്ടർ ടർബൈനിലേക്ക് കൊണ്ടുപോകും. വാട്ടർ ടർബൈൻ വീഴുന്ന വെള്ളത്തിലെ ഊർജം പിടിച്ചെടുക്കുകയും ഹൈഡ്രോളിക് ഊർജത്തെ, അതായത് ഹെഡിന്റെ ജലത്തിന്റെ ഒഴുക്കിന്റെയും ഉൽപ്പന്നം ടർബൈൻ ഷാഫ്റ്റിൽ മെക്കാനിക്കൽ ഊർജമാക്കി മാറ്റുകയും ചെയ്യുന്നു. മെക്കാനിക്കൽ ഊർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഓൾട്ടർനേറ്ററിനെ ടർബൈൻ നയിക്കുന്നു. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് വളരെ ജനപ്രിയമായി കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ധനങ്ങളുടെ കരുതൽ, അതായത് കൽക്കരിയും എണ്ണയും അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കും. അണക്കെട്ടിലെ ജലത്തിലെ പൊട്ടൻഷ്യൽ എനർജി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സിലെ ജലത്തിന്റെ കൈനറ്റിക് എനർജിയായി രൂപാന്തരപ്പെടുന്നു. അണക്കെട്ടിന്റെ അടിഭാഗത്തുള്ള ടർബൈനിലേക്ക് അണക്കെട്ടിൽ നിന്ന് അതിവേഗം ഒഴുകുന്ന വെള്ളം വിതരണം ചെയ്യുന്നു. ചലിക്കുന്ന ജലത്തിന്റെ കൈനറ്റിക് എനർജി കൊണ്ട് ടർബൈൻ ചലിക്കപ്പെടുന്നു. പിന്നീട് വൈദ്യുതി ഉൽപ്പാദിക്കുന്നതിനായി ജനറേറ്ററിനെ ടർബൈൻ പ്രേരിപ്പിക്കുന്നു. സ്ഥാപിച്ചിട്ടുള്ള ജലവൈദ്യുത ശേഷിയുടെ കാര്യത്തിൽ ഇന്ത്യ ലോകത്ത് 5ാം സ്ഥാനത്താണ്. 2020 മാർച്ച് അവസാനത്തോടെ 46,000 മെഗാവാട്ടിന്റെ യൂട്ടിലിറ്റി സ്കെയിൽ ജലവൈദ്യുത ശേഷി ഇന്ത്യ സ്ഥാപിച്ചിരുന്നു. അല്ലെങ്കിൽ അതിന്റെ മൊത്തം യൂട്ടിലിറ്റി പവർ ഉൽപാദന ശേഷിയുടെ 12.3%. സ്റ്റെപ്പ് 1. ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന്റെ ഘട്ടങ്ങൾ സന്ദർശിക്കുക. അതായത് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ്, വാട്ടർ ടർബൈൻസ്, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്. സ്റ്റെപ്പ് 2. ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റിന്റെ താഴെ പറയുന്ന ഘട്ടങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അവയുടെ ഫങ്ഷൻസ് എഴുതുക. ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിലെ ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിൽ ഡാം, സ്പിൽവേസ്, ഹെഡ് വർക്ക്, സർച്ച് ടാങ്ക്, പെൻസ്റ്റോക്ക്, ആക്സസറി വർക്ക്സ് എന്നിവ ഉൾപ്പെടുന്നു. കോൺസ്റ്റിറ്റ്യുവൻസ്, ഡാം, ടൈപ്പ്, ഡൈവേർഷൻസ് ഡാം, ഫങ്ഷൻസ്. ഒരു അണക്കെട്ട് വെള്ളം സംഭരിക്കുകയും ജലപ്രവാഹം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു ഉയർന്ന ബാരിയറാണ്. അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് അല്ലെങ്കിൽ കല്ല്, മണ്ണ് അല്ലെങ്കിൽ പാറകൾ എന്നിവ കൊണ്ടാണ്. തരവും ക്രമീകരണവും സെറ്റിന്റെ ഭൂപ്രകൃതിയെ ആശ്രയിച്ചിരിക്കുന്നു. റിവർ ഫ്ലോസ് റിസർവോയറിന്റെ സംഭരണിയിലെ ശേഷിയേക്കാൾ കവിയുന്ന സമയങ്ങളുണ്ട്. വൃഷ്ടി പ്രദേശത്ത് കനത്ത മഴ പെയ്യുമ്പോഴാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നത്. സംഭരണിയിലെ മിച്ചജലം അണക്കെട്ടിന്റെ താഴത്തെ അരുവിവശത്തുള്ള നദിയിലേക്ക് ഒഴുകുന്നതിനായി സ്പിൽ വേകൾ ഉപയോഗിക്കും. ഹെഡ് വർക്ക്സ്, സ്റ്റോറേജ് ഹെഡ് വർക്ക്സ്. ഹെഡ് വർക്കിൽ ഒരു ഇൻടേക്കിന്റെ ഹെഡിലുള്ള ഡൈവേർഷൻ ഘടനകൾ അടങ്ങിയിരിക്കുന്നു. ഫ്ലോട്ടിംഗ് ഡെബ്രിസ് വഴിതിരിച്ചുവിടുന്നതിനുള്ള ഭൂമുകളും റാക്കുകളും ഡെബ്രിസും സെഡിമെന്റ്സും ബൈപ്പാസ് ചെയ്യാൻ സ്ലൂയിസസ്, ടർബൈനിലേക്ക് ഉള്ള ജലപ്രവാഹം നിയന്ത്രിക്കുന്നതിനുള്ള വാൽവുകൾ എന്നിവ അവയിൽ ഉൾപ്പെടും. സർച്ച് ടാങ്ക്, റെസ്ട്രിക്റ്റഡ് ഒറിഫിസ് സർച്ച് ടാങ്ക്. ചാലകത്തിന്റെ തുടക്കത്തിനടുത്താണ് ഒരു സർച്ച് ടാങ്ക് സ്ഥിതി ചെയ്യുന്നത്. ടർബൈൻ സ്ഥിരമായ ലോഡിൽ പ്രവർത്തിക്കുമ്പോൾ ടർബൈൻ ആവശ്യകതകൾ നിറവേറ്റാൻ ചാലകത്തിലൂടെയുള്ള ജലപ്രവാഹത്തിൽ കുതിച്ചുചാട്ടം ഉണ്ടാകില്ല. എന്നിരുന്നാലും ടർബൈനിലെ ലോഡ് കുറയുമ്പോൾ ഗവർണർ ടർബൈനിന്റെ ഗേറ്റുകൾ അടയ്ക്കുകയും ടർബൈനിലേക്കുള്ള ജലവിതരണം കുറയ്ക്കുകയും ചെയ്യുന്നു. ചാലകത്തിന്റെ താഴത്തെ അറ്റത്തുള്ള അധിക ജലം വീണ്ടും സർച്ച് ടാങ്കിലേക്ക് ഒഴുകുകയും അതിന്റെ ജലനിരപ്പ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചാലകം എന്നുവെച്ചാൽ കണ്ട്യൂട്ട് പൊട്ടുന്നത് തടയുന്നു. പെൻസ്റ്റോക്സ്, ഹൈ ഡെൻസിറ്റി പോളി ഇഥൈലിൻ. ടർബൈനുകളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന തുറന്നതോ അടഞ്ഞതോ ആയ ചാലകങ്ങളാണ് പെൻസ്റ്റോക്കുകൾ. അവ സാധാരണമായി ഉറപ്പിച്ച് കോൺക്രീറ്റ് അല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പെൻസ്റ്റോക്കിന്റെ കനം തലയിലോ പ്രവർത്തന സമ്മർദ്ദത്തിലോ വർദ്ധിക്കുന്നു. പെൻസ്റ്റോക്കുകളുടെ സംരക്ഷണത്തിനായി ഓട്ടോമാറ്റിക് ബട്ടർഫ്ലൈ വാൾവ്, എയർ വാൾ, സർച്ച് ടാങ്ക് തുടങ്ങിയ വിവിധ ഉപകരണങ്ങൾ നൽകിയിട്ടുണ്ട്. ടെയിൽ റേസ്,
മിൽ റേസ്. ടർബൈനിലൂടെ കടന്നുപോയ ശേഷം പവർ ഹൗസിൽ നിന്ന് വെള്ളം, ടെയിൽ വാട്ടർ എന്നറിയപ്പെടുന്നത്, കൊണ്ടുപോകുന്ന ചാനലാണ് ടെയിൽ റേസ്. ഇത് പ്രകൃതിദത്ത സ്ട്രീം ചാനലോ അല്ലെങ്കിൽ പ്രത്യേകമായി കുഴിച്ചെടുത്ത ചാനലോ ആകാം. പവർ ഹൗസിൽ നിന്ന് താഴേക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ സ്വാഭാവിക അരുവിയിലേക്ക് പ്രവേശിക്കും. ഡ്രാഫ്റ്റ് ട്യൂബ്, കോണിക്കൽ ഡ്രാഫ്റ്റ് ട്യൂബ് ടർബൈനിന്റെ ഔട്ട്പുട്ടിൽ സ്റ്റാറ്റിക് മർദ്ദമാക്കി മാറ്റും. ഇത് സാധാരണയായി ടർബൈനിന്റെ എക്സിറ്റിനോ എക്സ്ഹോസ്റ്റിനോ സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ടർബൈനുകളുടെ ഔട്ട്പുട്ടിലൂടെ കടന്നുപോകുമ്പോൾ ജലത്തിന്റെ ഗതികോർജം ചിതറിപ്പോകുന്നത് തടയുന്നു. ടർബൈൻ, ഇമ്പൾസ് ടർബൈൻ. വീഴുന്ന വെള്ളത്തിന്റെ ഊർജത്തെ മെക്കാനിക്കൽ ഊർജമാക്കി മാറ്റാൻ വാട്ടർ ടർബൈനുകൾ ഉപയോഗിക്കുന്നു. വാട്ടർ ടർബൈനുകളുടെ പ്രധാന തരങ്ങൾ ഇവയാണ്: 1. ഇമ്പൾസ് ടർബൈനുകൾ, 2. റിയാക്ഷൻ ടർബൈനുകൾ. ഇമ്പൾസ് ടർബൈൻ അത്തരം ടർബൈനുകൾ ഉയർന്ന ഹെഡുകൾക്കായി ഉപയോഗിക്കുന്നു. ഒരു ഇമ്പൾസ് ടർബൈനിൽ ജലത്തിന്റെ മുഴുവൻ മർദ്ദവും ഒരു നോസിലിൽ ഗതികോർജമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. കൂടാതെ ജെറ്റിന്റെ വെലോസിറ്റി ചക്രത്തെ, അതായത് പെൽട്ടൺ വീലിനെ നയിക്കുന്നു. അതിന്റെ ചുറ്റളവിൽ ദീർഘവൃത്താകൃതിയിലുള്ള ബക്കറ്റുകൾ ഘടിപ്പിച്ച് ഒരു വീൽ ഇതിൽ അടങ്ങിയിരിക്കുന്നു. റിയാക്ഷൻ ടർബൈൻ താഴ്ന്നതും ഇടത്തരവുമായ ഹെഡുകൾക്കായി റിയാക്ഷൻ ടർബൈനുകൾ ഉപയോഗിക്കുന്നു. ഒരു പ്രതികരണത്തിൽ ടർബൈൻ വെള്ളം റണ്ണറിലേക്ക് ഭാഗികമായി പ്രഷർ എനർജിയോടും ഭാഗികമായി വെലോസിറ്റി ഹെഡോടും കൂടി പ്രവേശിക്കും. റിയാക്ഷൻ ടർബൈൻസിന്റെ പ്രധാന തരങ്ങളാണ്: എ. ഫ്രാൻസിസ് ടർബൈനുകൾ, ബി. കപ്ലാൻ ടർബൈനുകൾ. സ്റ്റെപ്പ് 3. വാട്ടർ ടർബൈനിന്റെ സ്പീഡും മറ്റ് വിശദാംശങ്ങളും നോട്ട് ചെയ്ത് അവ ഡയറിയിൽ എൻ്റർ ചെയ്യുക. സ്റ്റെപ്പ് 4. ഓൾട്ടർനേറ്ററിന്റെ വിവിധ ഭാഗങ്ങൾ ട്രേസ് ചെയ്ത് ടേബിളിൽ നെയിം പ്ലേറ്റ് വിശദാംശങ്ങൾ നോട്ട് ചെയ്യുക. നമ്പർ ഓഫ് ഫേസ് 3. കപ്പാസിറ്റി 5 MW. സ്പീഡ് 1000 RPM. ഔട്ട്പുട്ട് വോൾട്ടേജ് 440 volts. കറന്റ് 800 amperes. ഫ്രീക്വൻസി 50 Hz. എക്സിറ്റേഷൻ കറന്റ് 100 amperes. സീരിയൽ നമ്പർ. ഇയർ ഓഫ് മാനുഫാക്ചറിംഗ് 1986. മോഡൽ നമ്പർ. സ്റ്റെപ്പ് 5. ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷന്റെ സ്കെമാറ്റിക് അറേഞ്ച്മെന്റ് വരയ്ക്കുക. സ്റ്റെപ്പ് 6. മെയിൻ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ സ്പെസിഫിക്കേഷനും കൂളിംഗ് അറേഞ്ച്മെന്റ്സിന്റെ ടൈപ്പും നോട്ട് ചെയ്യുക. സ്റ്റെപ്പ് 7. പവർ ട്രാൻസ്ഫോർമറിന്റെ കൂളിംഗ് അറേഞ്ച്മെന്റ് വാട്ടർ കൂളിംഗ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടൈപ്പാണെന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 8. ട്രാൻസ്മിറ്റിംഗ് വോൾട്ടേജ് റേഞ്ചും ട്രാൻസ്മിഷൻ ലൈൻസിന്റെ എണ്ണവും നോട്ട് ചെയ്യുക. സ്റ്റെപ്പ് 9. പവർ സ്റ്റേഷന്റെ മൊത്തം സ്ഥാപിത ശേഷിയും പീക്ക് ലോഡ് സമയങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന പരമാവധി ടർബൈനുകളും നോട്ട് ചെയ്യുക. ഇതുവരെ നമ്മൾ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റിന്റെ പലതരം ഘട്ടങ്ങൾ ഡിസ്കസ് ചെയ്യുകയും എല്ലാ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റിന്റെയും പ്രവർത്തനങ്ങൾ വ്യാഖ്യാനിക്കുകയും ചെയ്തു. നന്ദി. ഒരു ശുഭദിനം ആശംസിക്കുന്നു.